ഹായ് നമസ്കാരം. വ്യക്തിപരമായി അങ്ങയുടെ വിജയത്തിൽ സന്തോഷിക്കുന്നുവെന്ന് സലീം കുമാർ. അങ്ങനെ ഞങ്ങളുടെ സുരേഷ് ഏട്ടൻ ജയിച്ചിരിക്കുന്നു എന്ന് തെസ്നിഖാൻ. സുരേഷ് ഗോപി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോ ആയെന്ന് കൃഷ്ണകുമാറും ചിത്ര വിജയത്തിൽ സുരേഷ് ഗോപിക്ക് ആശംസകളുമായി സിനിമാ ലോകം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ചരിത്ര വിജയം നേടിയ സിനിമാ താരവും NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിക്ക് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വിഭാഗിതകളില്ലാതെ ആശംസകളും അഭിനന്ദനങ്ങളും നിറയുകയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിക്കുള്ള ജനങ്ങളുടെ അംഗീകാരമാണ് വിജയമെന്നും വിലയിരുത്തലുകൾ ഉണ്ട്. ഇപ്പോഴിതാ സുരേഷ് ഗോപിക്ക് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് സിനിമാ ലോകത്തെ സഹപ്രവർത്തകർ. സലീം കുമാർ, കൃഷ്ണകുമാർ, ജ്യോതികൃഷ്ണ, ഭാമ, സുധീർ, അനുശ്രീ, ബീന ആന്റണി, മുക്ത തുടങ്ങിയ നിരവധി താരങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ സുരേഷ് ഗോപിക്ക് ആശംസകളുമായി എത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ സുരേഷ് ഗോപിക്ക് സമൂഹ മാധ്യമത്തിൽ കൂടിയാണ് സലീം കുമാർ ആശംസകൾ അറിയിച്ചത്. രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരിയാണെങ്കിലും വ്യക്തിപരമായി അങ്ങയുടെ വിജയത്തിൽ സന്തോഷിക്കുന്നു. അഭിനന്ദനങ്ങൾ സുരേഷ് ഏട്ടാ എന്ന് സലീം കുമാർ കുറിച്ചു. തൃശൂർ ഭാഷയിൽ തന്നെയാണ് നടി ജ്യോതികൃഷ്ണ ആശംസകൾ അറിയിച്ചത്. നമ്മുടെ തൃശ്ശൂരാണിട്ടാ, അങ്ങടെ എടുത്തിട്ടാ സ്റ്റേ എന്നാണ് നടി കുറിച്ചത്. സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രവും താരം ജ്യോതികൃഷ്ണ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സുരേഷ് ഏട്ടൻ ജയിച്ചിരിക്കുന്നു. നന്മയുള്ള ഒരു മനുഷ്യൻ, എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ, ആരെയും സഹായിക്കാൻ മനസ്സിലൊരു മനസ്സ്, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദൈവം ഒരിക്കലും നന്മയുള്ളവരെ കൈവിടില്ല എന്നായിരുന്നു തെസ്നിഖാൻ ആശംസകളുമായി അറിയിച്ചത്. ഹൃദയം കീഴടക്കി സുരേഷ് ഗോപി തൃശൂർ അങ്ങെടുത്തു. നിറഞ്ഞ സ്നേഹം എന്നാണ് നടി ഭാമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം, ഞങ്ങൾ ആഗ്രഹിച്ച വിജയം, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് സുരേഷ് ഏട്ട എന്നാണ് നടി ബീന ആന്റണി സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് കുറിച്ചിരിക്കുന്നത്. വിശദമായ ആശംസയുമായാണ് സിനിമാ താരം ശ്രിയ രമേശ് രംഗത്തെത്തിയത്. സിനിമാ രംഗത്തെ സഹപ്രവർത്തകനായ സുരേഷ് ഗോപിയേട്ടന്റെ വിജയത്തിൽ ആശംസകൾ അറിയിച്ചിരിക്കുന്നു. അർപ്പണ മനോഭാവത്തോടെ സുരേഷ് ഏട്ടനും ഒപ്പമുള്ളവർക്കും ജനങ്ങളിടയിൽ പ്രവർത്തിച്ച് നേടിയ വിജയമാണിത്. സുരേഷ് ഏട്ടൻ തൃശൂരിനെ എടുക്കുകയല്ല, ജനങ്ങൾ നൽകുകയാണ് ചെയ്തത് എന്നാണ് ഈ വലിയ വിജയം കണ്ടപ്പോൾ തോന്നുന്നത്. രാധിക ചേച്ചിയും മക്കളും ഉൾപ്പെടെ കുടുംബാംഗങ്ങളുടെ പിന്തുണയും എടുത്തു പറയേണ്ടതുണ്ട്. വലിയ ഒരു ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തെ വിവാദങ്ങളിൽ കുടുക്കുവാൻ ശ്രമിക്കുന്നവർക്ക് തലവെച്ചു കൊടുക്കാതെ MP എന്ന നിലയിൽ മികച്ച പ്രവർത്തനത്തിലൂടെ തൃശൂരിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്നും അവർ പങ്കുവച്ചു. ബിഗ് ബ്രദർ അഭിനന്ദനങ്ങൾ, തൃശൂർ അങ്ങെടുത്തു എന്നാണ് മുക്ത കുറിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രം അനുശ്രീയും പങ്കുവച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയാണ് നടനും BJP സ്ഥാനാർത്ഥിയുമായ കൃഷ്ണകുമാർ അഭിനന്ദനം അറിയിച്ചത്. കൃഷ്ണകുമാറും ഭാര്യയും സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചു. കൊല്ലത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ലെന്നും കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യയൊന്നാകെ തൃശ്ശൂരിലേക്ക് നോക്കുകയാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോയായി സുരേഷ് ഗോപി മാറിയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ മകനും മരുമകനും സമൂഹ മാധ്യമത്തിൽ കൂടി ആശംസകളും സന്തോഷവും പങ്കുവച്ചു. തൃശൂർ എടുത്തു എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ലീഡ് നില വ്യക്തമാക്കുന്ന ചിത്രം പങ്കുവച്ച് മകൻ മാധവ് സുരേഷ് കുറിച്ചത്. മരുമകൻ ശ്രേയസ് മോഹനും വിജയത്തിൽ സന്തോഷം പങ്കുവെച്ച് രംഗത്തെത്തി. മാറ്റം അനിവാര്യമാണ്, അതിനെ തടയാനാവില്ല. ഫലമറിഞ്ഞ ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രം പങ്കുവെച്ച് ശ്രേയസിന്റെ വാക്കുകൾ. അതേസമയം വിജയത്തിനു പിന്നാലെ വികാരാതീതനായാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. തൃശൂർ ഞാൻ എടുത്തിട്ടില്ലെന്നും തൃശൂർക്കാർ തന്നെന്നും പറഞ്ഞ് സുരേഷ് ഗോപി ലോർദ് മാതാവിന് കൊടുത്തത് അതുപോലെ കിരീടമായിട്ട് തൃശ്ശൂരിനെ ഞാൻ എൻ്റെ തലയിൽ വെക്കുമെന്ന്, തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുന്നുവെന്നും പറഞ്ഞു. കേരളത്തിൻ്റെ MP ആയി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞ ശേഷം വീടിന് പുറത്തേക്ക് വന്ന സുരേഷ് ഗോപിക്ക് ഭാര്യ രാധിക മധുരം നൽകി ആഹ്ലാദം പങ്കിട്ടു.